നമസ്കാരം. ഞാൻ സന്തോഷ് ആലപ്പാട്. അപ്പോൾ നമുക്ക് നമ്മുടെ കിണറുകൾ ഒരു നാച്ചുറൽ റെമഡി അതിലൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കുറച്ച് ഐറ്റംസ് ഞാനിതിൽ എഴുതി കാണിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കിണറിന് ചുറ്റുമുള്ള എല്ലാ മരങ്ങളും വെട്ടിക്കളയുക. സൺലൈറ്റ് ഡയറക്റ്റ് ആക്സസ് കൊടുക്കുക. പിന്നെ 15 ഗ്രാം വെച്ച്, അതായത് തീപ്പെട്ടിയിൽ കൊള്ളുന്ന ബ്ലീച്ചിങ് പൗഡർ ഡേ 1 നിങ്ങൾ കിണറിൽ കലക്കി കൊടുക്കുക. അപ്പോൾ കിണറിൽ എങ്ങനെ കലക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് അതിൻ്റെ തെളി ഒരു ചെറിയ ബക്കറ്റിലെടുത്ത് ആ ബക്കറ്റിനെ വെള്ളത്തിലോട്ട് താഴത്തോട്ട് ഇറക്കി പതുക്കനെ മേലോട്ടും താഴോട്ടും കാണിച്ച് അതിൽ ലയിപ്പിക്കുക. ഡേ 2 സെയിം റിപ്പീറ്റ് ചെയ്യുക. ഡേ 3 സെയിം റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഉണക്കനെല്ലിക്ക 5 ഗ്രാം, ഗ്രാമ്പൂ ഒരു 5 പീസ്, ജാതിക്ക ഉണങ്ങിയത് ഒരു 5 ഗ്രാം, പിന്നെ ചുക്ക് ഒരു 5 ഗ്രാം, ഇത് പൊടിച്ച് പൗഡറാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 10 ആര്യവേപ്പിൻ്റെ ഇല, 10 തുളസിയുടെ ഇല, ഇത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും റെഡിയാക്കി വയ്ക്കുക. ഇതിന് ശേഷം ഈ 10 ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം ഈ മിശ്രിതം വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്ത് അതിൻ്റെ തെളി കിണറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയുടെ കരിയാണ്. അത് ആ സെയിം പ്രോസസ്സ്, കരിയെടുത്ത് വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളി കിണറിൽ ഇറക്കി കൊടുക്കുക, അല്ലെങ്കിൽ കിണറിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ബക്കറ്റിൽ കെട്ടി ഇറക്കുക. അതിനുശേഷം ബ്ലീച്ചിങ് പൗഡർ ഒഴിവാക്കി ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്യുക. ഒരു 6 മാസം അത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പിന്നെ അത് 2 മാസത്തിലൊരിക്കലാവാം, പിന്നെ അത് 3 മാസത്തിലൊരിക്കലാവാം. അതിനുശേഷം നിങ്ങളുടെ കിണറുകൾ ക്ലീൻ ആയിട്ടുണ്ടാവും, pH ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ ഇക്കോളി നശിച്ചു പോയിട്ടുണ്ടാവും. അത് 6 മാസത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന നെല്ലിക്ക, ജാതിക്ക, ഗ്രാമ്പു, ചുക്ക് എന്നിവ വെള്ളത്തിൻ്റെ നിറം, ഗന്ധം, ഡെൻസിറ്റി, ഹാർഡ്നെസ് എന്നിവ നമുക്ക് നോർമലാക്കി തരും. ആര്യവേപ്പിലയും തുളസിയും ഇക്കോളിയെ നശിപ്പിക്കും. ചിരട്ടക്കരി നൈട്രേറ്റിനെ ബാലൻസ് ചെയ്യും. ഇനിയുള്ളത് നമ്മുടെ pH ലെവലാണ്. അതിനെന്ത് ചെയ്യും? നിങ്ങളെല്ലാ ദിവസവും നിങ്ങളുടെ ടാങ്കിലേക്ക് മോട്ടർ അടിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ആ മോട്ടറിൻ്റെ കണക്ഷനിൽ നിന്ന് ഒരു കണക്ഷൻ നിങ്ങളുടെ കിണറിലേക്ക് കൊടുക്കുക. അതുകൊണ്ട് 2 ഗുണമുണ്ട്. 1, വെള്ളം വേസ്റ്റ് ആവത്തില്ല. 2, ഈ വെള്ളത്തിൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കൂടും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ pH ലെവലും കൂടിയിട്ടുണ്ടാവും, നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും. ചെയ്യാൻ മനസ്സുള്ളവർ ചെയ്യട്ടെ. നമുക്ക് ഒത്തൊരുമിച്ച് കേരളത്തെ ഒരു ക്യാൻസർ ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാം. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്.